This is Geopolitics. ഞാൻ ഇന്നലെ ന്യൂസ് 18 ചാനൽ ചർച്ചയിൽ ഇറാൻ ഇസ്രായേൽ അമേരിക്ക വാറുമായി ബന്ധപ്പെട്ട് ചർച്ചയിലുണ്ടായിരുന്നു. അപ്പോൾ ആ ചർച്ചയിൽ ഏതാണ്ട് ടുവേർഡ്സ് ദ എൻഡ് അവസാന ഭാഗമായപ്പോഴാണ് എൻ്റെ സുഹൃത്ത് ശ്രീജിത്ത് പണിക്കർ വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ പരിമിതമായ സമയമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് പറയാനുള്ള കൃത്യമായി പറയണം. അപ്പം ഞങ്ങൾ രണ്ടുപേരും അഗ്രസീവായി ശ്രമിക്കുന്നത് ഞങ്ങളുടെ ആ വേർഷൻ ആർഗ്യുമെന്റ് പുറത്തുവിടാനായിട്ട്. അതിലെനിക്ക് തോന്നുന്നത് അത് സമയപരിമിതിയും പിന്നെ പെട്ടെന്ന് എങ്ങനെയെങ്കിലും എൻ്റെ കാര്യങ്ങൾ രണ്ടുപേരും പറയാൻ തീർക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഞാനതിൽ സക്സസ്ഫുൾ ആയില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഞാൻ പിന്നീട് ചർച്ച വീണ്ടും കണ്ടിരുന്നു. അപ്പം എനിക്ക് തോന്നിയത് അതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എനിക്ക് കൃത്യമായി റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല. അത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമല്ല, അതിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പാനലിസ്റ്റുകൾ പറഞ്ഞത് പലതും എനിക്ക് ഗുരുതരമായ വിയോജിപ്പുകളാണ്. അപ്പം അതിൽ ഞാൻ പിന്നെ എൻ്റെ ഒരു പരിമിതി ഒരു പരിധി വരെ കണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും തോന്നുന്നു. ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് എനിക്ക് മലയാളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതിനർത്ഥം ഞാൻ സായിപ്പാന്നൊന്നും അല്ല കേട്ടോ. നമ്മൾ ചെറുപ്പത്തിൽ നാട് വിട്ട ആളാണ്. പിന്നെ എനിക്ക് ടെക്നോളജി ആയിട്ടും എനിക്കതുപോലുള്ള സ്റ്റുഡിയോ സംവിധാനങ്ങളൊന്നുമില്ല. ഞാൻ ഇവിടെ ഇരുന്നൊരു ഫോണിലാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ആലോചിച്ച് നോക്കിയപ്പം എനിക്ക് പറയാനുള്ള ആ ആർഗ്യുമെന്റ് കൃത്യമായി പറയണം എന്നെനിക്ക് തോന്നുകയും അതിൽ ചില കാര്യങ്ങൾ എനിക്ക് വളരെ ഗുരുതരമായി വിയോജിപ്പുള്ള കാര്യങ്ങളാണ്. അതിൽ ഒന്ന് രണ്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് വിയോജിപ്പ് വന്നത് ഈ സിന്ദൂർ അറ്റാക്കുമായി, സിന്ദൂർ ഓപ്പറേഷനിൽ അതിൽ ശ്രീജിത്ത് പറഞ്ഞത് സിന്ദൂറിൽ എനിക്ക് ക്ലാസ് ഒന്നും എടുക്കണ്ട എന്നാണ് പറഞ്ഞത്. നമ്മളിപ്പം ഒരു യൂറോപ്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മളിപ്പോൾ ഈ വിദേശത്തിരുന്ന് അല്ലെ യൂറോപ്പിലിരുന്ന് നമ്മൾ ഇതിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരു യൂറോപ്പിൻ്റെതായ ഒരു ഇന്റർനാഷണൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഇതിനെ അസസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ക്ലാസ് എടുക്കണ്ട, ഇത് ഒഫൻസീവ് ആയിരുന്നു എന്നുള്ളതാണ് ശ്രീജിത്ത് പറഞ്ഞത്. അതിലിനി മറ്റ് ചർച്ചയ്ക്കൊന്നുമില്ല. അതൊരു അൾട്ടിമേറ്റമാണ്. ഇന്ത്യ സെൽഫ് ഡിഫെൻസ്, ഇറ്റ് വാസ് നോട്ട് സെൽഫ് ഡിഫെൻസ് ഓപ്പറേഷൻ, ഇറ്റ് വാസ് ആൻ അസൾട്ട്, ഇറ്റ് വാസ് ആൻ ഒഫൻസീവ് ആക്ഷൻ. അതായിരുന്നു ശ്രീജിത്തിന്റെ കണ്ടൻഷൻ. എൻ്റെ ആ കണ്ടൻഷൻ നേരെ തിരിച്ചുമായിരുന്നു. ഇറ്റ് വാസ് ആൻ ഒഫൻസീവ്, ഇറ്റ് വാസ് നോട്ട് ഒഫൻസീവ്, ബട്ട് ഇറ്റ് വാസ് ഡിഫെൻസീവ് ആൻഡ് സെൽഫ് ഡിഫെൻസീവ് ആൻഡ് പ്രിഎംപ്റ്റീവ് സ്ട്രൈക്ക്. ഇതായിരുന്നു ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നത് എൻ്റെ ആർഗ്യുമെന്റ്. അത് ആ പാനലിൽ ഉണ്ടായിരുന്ന 3 പേരും, ശ്രീജിത്തും മറ്റേ രഘുനാഥ് അതുപോലെ വേണുഗോപാൽ, ഇവർ 3 പേരും അല്പം സറ്റേറിക്കലായി അതിനോട് റെസ്പോണ്ട് ചെയ്യാണ് ചെയ്തത്. അതെനിക്ക് തോന്നുന്നത് ബ്ലണ്ടർ ആണെന്നാണ് പറഞ്ഞ ആരോരാണ്. അപ്പൊ ഇതിൽ എനിക്ക് വല്ല മിസ്റ്റേക്കുകളും പറ്റിയോ, എൻ്റെ അസസ്മെന്റ് തെറ്റിപ്പോയോ എന്നുള്ള റിസർച്ചിലായിരുന്നു ഞാൻ. ഇതിനെപ്പറ്റി വിശദമായി ഞാൻ ഇന്നലെ വൈകിട്ട് ഒരല്പം പഠിച്ചു. അതായത് പഠിക്കാൻ റിസർച്ച്, ബീങ് എ ലോയർ ഐ നോ ഹൗ ടു ഡു മൈ വർക്ക്, എസ്പെഷ്യലി ലീഗൽ ആർഗ്യുമെന്റൽ റിസർച്ച് അങ്ങനെ ചെയ്യാൻ എനിക്ക് കൃത്യമായി അറിയാം. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു വസ്തുത എന്നെ സംബന്ധിച്ചിടത്തോളം ഒരല്പം അലാമിംഗ് ആണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ ഇന്ത്യയിലുള്ള ആളുകളുടെ ഇന്ത്യയിലുള്ള മീഡിയ എങ്ങനെയാണ് പ്രൊജക്ട് ചെയ്യുന്നതും, ദ ഇന്ത്യൻ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ഇറ്റ് ആൻഡ് ദി ഇന്റർനാഷണൽ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ഇറ്റ്. ഞാനിതിൽ ഈ സിന്ദൂർ ഓപ്പറേഷൻ എൻ്റെ ആർഗ്യുമെന്റ് ഇപ്പോഴും ഇത് തന്നെയാണ്. ഇറ്റ് വാസ് സെൽഫ് ഡിഫെൻസ്, സെൽഫ് പ്രൊട്ടക്റ്റീവ് സെൽഫ് ഡിഫെൻസ് ആൻഡ് പ്രിഎംപ്റ്റീവ് സ്ട്രൈക്ക്. അപ്പോൾ അതിൽ ഞാൻ മറ്റ് ലോകരാജ്യങ്ങളും മറ്റ് വേൾഡ് ലീഡേഴ്സ് ഇതിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത് എന്നുള്ളത് ഞാനൊരു അല്പ റിസർച്ച് ചെയ്തതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ വായിച്ചേപ്പിക്കാം. ഫ്രാൻസിന്റെ റെസ്പോൺസ് ഞാനൊരു പത്രത്തിനാണ് കോട്ട് ചെയ്യുന്നത്, ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് എനിക്ക് തോന്നുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യ ആണെന്ന് തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു അതെ, ടൈംസ് ഓഫ് ഇന്ത്യ. ഫ്രഞ്ച് ഫോറിൻ മിനിസ്റ്റർ ജീൻ-നോൾ ബാരറ്റ് condemned the April 22nd attack
and said France understands India's need to protect itself from terrorism. UK. No nation should have accepted terrorist attack being launched from another country. This is from the then Prime Minister Rishi Sunak. ഇനി 8 മെയ് 25 ടൈംസ് ഓഫ് ഇന്ത്യ. From US to UK, how the world leaders backed India's Operation Sindoor. Following the deadly Pahalgam attack, India's Operation Sindoor targeted terrorist camps in Pakistan, drawing strong international support. Western allies like UK, France, and US, along with Israel and Panama, backed India's right to self-defense against terrorism. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ടൈംസ് ഓഫ് ഇന്ത്യ വേൾഡ് ലീഡേഴ്സിനെ കോട്ട് ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്നത്. ഇനി ഫ്രാൻസ് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ ഒരു വേർഡ് ഞാൻ വായിച്ചേപ്പിക്കാം. ഫ്രാൻസ് ഹാസ് കോൾഡ് on India and Pakistan to show restraint as the worst violence in 2 decades flared between two nuclear armed neighbors. And then, quote, we understand, France, we understand India's desire to protect itself against the surge of terrorism. Ini Israel ambassador to India wrote on X, Israel supports India's right for self-defense. ഇനി ഇത് ഒരു ഇംഗ്ലീഷ് പത്രം കൂടിയാണ്. While the UNSC as a whole remained deadlocked on a formal resolution, individual members of the state voiced specific position support for India. Nations including UK, France, Israel acknowledged India's right to self-defense against terrorism. ഇനി പ്രീതി പട്ടേൽ ഹൗസ് ഓഫ് കോമൺസിൽ, ബ്രിട്ടനിൽ ഹൗസ് ഓഫ് കോമൺസിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വായിച്ചേപ്പിക്കും ഞാൻ. മിസ്റ്റർ സ്പീക്കർ, ദിസ് ഈസ് ക്ലിയർലി എ precarious moment and we want to see tension ease between India and Pakistan. We want to avoid a state-on-state military escalation. We are also clear that India has the right to take reasonable and proportionate steps to defend itself and dismantle the terrorist infrastructure. ഇത് ഹൗസ് ഓഫ് കോമൺസിൽ പ്രീതി പട്ടേൽ അന്നത്തെ മിനിസ്റ്റർ പറഞ്ഞതാണ്. ഇനി അടുത്തത്, എ സ്റ്റേറ്റ്മെന്റ് ബൈ ദ ഫോറിൻ സെക്രട്ടറി ഓഫ് ഇന്ത്യ ഓൺ 7th May രാവിലെ ഞാൻ വായിച്ചേപ്പിക്കാം. I quote, early morning, as you would have been aware, India exercised its right to respond and preempt as well as to deter more such cross-border attacks. ഇന്ത്യയിലെ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് സ്പോക്സ് പേഴ്സൺ പറയുകയാണ്, ഫോറിൻ സെക്രട്ടറി പറയുകയാണ്, it was a preemptive strike. ഇനി ഈ ആർട്ടിക്കിൾ 51 ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. നത്തിങ്, ആർട്ടിക്കിൾ 51 ആണ് UN ചാർട്ടറിന്റെ ആർട്ടിക്കിൾ 51. Nothing in the present charter shall impair the inherent right of an individual or a collective defense in an armed attack occurs against a member of the United Nations. UN ചാർട്ടർ ഒരു അടിക്കുമ്പോൾ തന്നെ തിരിച്ചടിക്കുക. അതിൽ ഞാൻ മനസ്സിലാക്കിയത്, ശ്രീജിത്ത് പറഞ്ഞത് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അടിക്കുന്നതിനാണ്, തിരിച്ചടിക്കുന്നതിനെ സെൽഫ് ഡിഫൻസ് എന്നാണ് പറഞ്ഞത്. ലീഗൽ ഡെഫിനിഷൻ അതല്ല ശ്രീജിത്ത്. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി എന്ന് ഇത് കേട്ടിരിക്കുന്നവർക്ക് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യ സിന്ദൂർ ഓപ്പറേഷൻ, പ്രിയംറ്റീവ് സ്ട്രൈക്ക് അല്ലെങ്കിൽ സെൽഫ് ഡിഫൻസ്
ടു പ്രൊട്ടക്ട് അവർ ഇൻട്രസ്റ്റ്. പക്ഷെ ഇന്ത്യയിൽ നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനെ എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകാത്തത്. ലോകം മുഴുവൻ, അതായത് ലോകം മുഴുവൻ വഴിയോ നടന്നു പോകുന്നവരല്ല, majority of the state heads see it as a self-defense operation. നമ്മുടെ ആളുകൾ ഇത് സെൽഫ് ഡിഫൻസ് ആണെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ബ്ലണ്ടർ എന്ന് പറയുകയാണ്. ഇത് കൃത്യമായി വൈ നമ്മൾ അതായത് ഈ അറ്റാക്കിനെതിരെ നമ്മൾ സെൽഫ് ഡിഫൻസീവ് സ്റ്റാൻഡ് പോയിന്റിൽ നിന്നാണ് അറ്റാക്ക് ചെയ്തത് എന്ന് നമ്മൾ പറയുന്നു. പ്രിയംറ്റീവ് സ്ട്രൈക്കാന്ന് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ സെക്രട്ടറി പറയുന്നു. അപ്പൊ എങ്ങനെയാണ് എനിക്കിതിൽ ക്ലാസ് എടുക്കണ്ട എന്ന് പറയുകയും, ശ്രീജിത്തോട് തന്നെയാണ്, എനിക്കിതിൽ ക്ലാസ് എടുക്കണ്ട എന്ന് പറയുകയും തികച്ചും മിസ്കൺസീവിംഗ് ആയ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയും ചെയ്യുന്നത്? ഒഫൻസീവായ ഒരു ഓപ്പറേഷൻ ആണ് എന്ന് ഞാൻ ഈ വായിച്ച ഒരു സ്റ്റേറ്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിലും ഇല്ല. ഹൗസ് ഓഫ് കോമൺസിൽ പറയുന്നു പ്രീതി പട്ടേൽ. എന്നാലും ഇസ്രായേലിനെ ശ്രീജിത്ത് തള്ളി പറയില്ല എനിക്കറിയാം. ഇസ്രായേലിനെ ശ്രീജിത്ത് ഒരു കാരണവശാലും തള്ളി പറയില്ല. ഇസ്രായേലിയൻ അംബാസിഡർ പറയുന്നു, ടു ഇന്ത്യ പറയുന്നു ഇത് സെൽഫ് ഡിഫൻസ് ആയിരുന്നു. മറ്റ് ഫ്രാൻസ് പറയുന്നു. അപ്പോ നമ്മൾ കുറെ ആളുകൾ ചാനൽ ചർച്ചയിൽ വന്നിരുന്നേച്ച് അത് ഒഫൻസീവ് ആണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ കോരിത്തളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഈ കേട്ടിരിക്കുന്ന ആളുകളെ മിസ്കൺസീവ് ചെയ്യാൻ വേണ്ടി ഞാനത് ചർച്ചയിൽ പറഞ്ഞിരുന്നു. ഇത് മിസ്കൺസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഇത് തെറ്റാണ്. യഥാർത്ഥ വസ്തുത ഇതാണ് ഇന്ത്യയിൽ ഇരിക്കുന്ന ആളുകൾ ഇതിനെ പ്രൊസീവ്, ഇതിനെ കാണുന്ന രീതിയും യൂറോപ്പിൽ ഇരിക്കുന്ന ഒരാൾ കാണുന്ന രീതിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇത് ഞാൻ പറയുന്നത് എന്റെ വാചകമല്ല, ഞാൻ കോട്ട് ചെയ്യുകയാണ്. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി, ഇന്റർനാഷണൽ ലീഡർഷിപ്പിനെ കോട്ട് ചെയ്യാൻ ചെയ്യുന്നത്. സിംഗൂർ ഓപ്പറേഷൻ ഒരു സെൽഫ് ഡിഫൻസീവ് ഓപ്പറേഷൻ ആണ് എന്ന് ഞാൻ പറയുമ്പോൾ അത് ബ്ലണ്ടർ ആണ് എന്ന് പറയുന്ന ആളുകളോട് ഉള്ള മറുപടിയാണ്. ഇത് ബ്ലണ്ടർ അല്ല, നിങ്ങൾ പറയുന്നതാണ് ബ്ലണ്ടർ. അപ്പൊ താങ്ക് യു. This is Geopolitics.